ഹലോ ഫ്രണ്ട്സ്, അപ്പോസ് ക്രാഫ്റ്റ് വേൾഡിലോട്ട് വീണ്ടും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഒരു ബൂമറാങ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ ബൂമറാങ് എന്ന് വെച്ചാൽ എന്നതാണെന്ന്. എറിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. ബൂമറാങ് എന്ന് വെച്ചാൽ ഒത്തിരി തരത്തിലുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ 3 ലീഫാണ്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഒത്തിരി സമയം കളയാതെ തുടങ്ങിയാലോ? വാ. പഴയ ഡയറിയുടെ, വേണ്ടാത്ത ഒരു ഡയറിയുടെ കവറൻസ് എടുക്കണം. നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം കേട്ടോ. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡയറിയുടെ കവറൻസ് വല്ലതും എടുക്കുവാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. അമ്മയോട് ചോദിച്ചിട്ട് പണ്ടത്തെ വല്ല ഡയറിയുടെ കവർ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു കോമ്പസ് വേണം, ഒരു പെൻസിൽ വേണം, ഒരു ചെറിയ സ്കെയിലും വേണം, പിന്നെ വേണമെങ്കിൽ ഒരു ലോങ് സ്കെയിലും എടുത്തേക്കുക, ഒരു പേന വേണമെങ്കിൽ എടുക്കുക, പിന്നെ കത്രിക എടുക്കുക. നിങ്ങൾക്ക് പിന്നെ പഞ്ച്, തുളയിടാൻ പഞ്ചുണ്ടെങ്കിൽ അതൊന്ന്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ബോർഡിൻ്റെ സെൻറ്റർ അടിക്കണം. എത്ര വലിയ സർക്കിൾ ആകാവോ അത്രയും വലിയ സർക്കിൾ. ആദ്യം നിങ്ങൾ ഈ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ട് വെക്കുക. ഒരു കാര്യം സൂക്ഷിച്ചോണം കേട്ടോ, കാൽക്കുലേഷൻ ഒട്ടും തെറ്റിപ്പോകല്ലേ. പോവുകയാണെങ്കിൽ ഫുള്ള് പോകും. നമ്മൾ വെക്കുക. ഒരു ലൈറ്റായിട്ട് വരച്ചാൽ മതി. വലിച്ചു, ലൈറ്റായിട്ട് വലിച്ചു. ഇനി മറ്റേ പാഹ അതുപോലെ തന്നെ ചെയ്യുക. ഇതേ കണ്ടോ ഗായ്സ്, നമുക്കൊരു കോമ്പസ് വെച്ചു സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എത്ര വലിയ വട്ടാക്കാവോ അത്രയും നല്ലത്. വരച്ചു. ഇനി അതിൻ്റെ നമ്മളിപ്പോൾ വെച്ച ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ഇല്ലേ, അത് കളയാതെ ആ ചെറിയ സർക്കിളിൻ്റെ ഒരു വരയിലോട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 5 സ്ഥലം മാർക്ക് വെക്കുക. ഇപ്പോൾ 1 2 3 4 5. നമുക്ക് പേന എടുക്കാം. ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് ഇല്ലേ, അവിടെ ഒരു ഇൻഡു ഇടുക. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തെ പോയിന്റിൽ ഇടുക. 4 5-ാമത്തെ പോയിന്റ് ഇടുക. ഇനി നമുക്ക് ഈ സെൻറ്ററിലെ കുത്തിലോട്ട് സ്കെയിലും വെച്ചിട്ട് വരച്ചെടുക്കുക. ഇനി മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് നമ്മൾ സെൻറ്ററിലോട്ട് വര വരയ്ക്കുക. ഇവിടെ നിങ്ങോട്ട് 1 2 3 ഇപ്പം ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. 2 കണ്ടോ, 2 മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഈ സെൻറ്ററിൽ കോമ്പസ് വെക്കുക. ഇനി ആ 2 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നമ്മൾ പെൻസിൽ വെക്കുക. ഇനി നമുക്ക് അവിടെ ഒരു വട്ടം വരച്ച് കൊടുക്കുക. വരയ്ക്കാം. വരച്ചു. അതേ റേഡിയസ് വെച്ച് തന്നെ ഈ വരയുടെ കണ്ടോ അവിടെ നമ്മൾ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നമ്മൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുക. ഇനി അതേ റേഡിയസ് മാറ്റാതെ തന്നെ ഈ ഇൻഡു കണ്ടോ, നമ്മൾ പേനയും വെച്ച് മാർക്ക് ചെയ്യില്ല, അവിടെ നമ്മൾ കോമ്പസ് വെക്കുക. എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. വരച്ചു. അതുപോലെ തന്നെ നമ്മൾ 3 സൈഡ് ചെയ്യുക. ഇനി പേന എടുക്കുക. ഈ ഭാഗം കണ്ടോ, ഇവിടെ വെച്ച് നമ്മൾ ഈ ലീവില്ലേ, ഈ ലീഫിൻ്റെ അങ്ങോട്ട് വരയ്ക്കുക. വരച്ചു. ഇനി മറ്റേ ഭാഗം അതുപോലെ ചെയ്യുക. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സിസേഴ്സും വെച്ചാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയുക, കൈ മുറിയോ അല്ലെങ്കിൽ കേട്ടോ, സൂക്ഷിക്കണം. കട്ട് ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബൂമറാങ് റെഡി ആയേക്കുവാണ്. ഒരു കാര്യം കൂടെ വേണം, ഇവത്തെ ഇനി നമുക്ക് 3 തുള ഇടണം. നമുക്ക് പേപ്പർ പഞ്ച് ഉണ്ടെങ്കിൽ അതും വെച്ചിടുക, അല്ലെങ്കിൽ കത്രികയും വെച്ചിടുക. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തീർന്നേക്കുവാണ്. വെക്കേഷൻ ആകുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ടോയ്സ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. സംശയം വരുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഇനി ഇത് നമുക്ക് പറപ്പിക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബൂമറാങ് ഉണ്ടാക്കി. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല എറിയുന്നതിലും പ്രധാനമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാറ്റ് നമ്മുടെ മുമ്പിലോട്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾ 45 ഡിഗ്രി സൈഡിലോട്ട് എറിയണം. ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ നമ്മൾ 45 ഡിഗ്രി ലെഫ്റ്റിലോട്ട് എറിയണം. ഓക്കെ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ബൈ.